അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല ഫ്രഷ് സ്ട്രോബെറി ജാം. നമ്മളിപ്പോൾ വട്ടവടയിലാണ്, മൂന്നാറിൽ വട്ടവടയിലാണുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫ്രഷായി പറിച്ചുകൊണ്ടിരിക്കുന്നത്, അതും മറ്റ് വളങ്ങളൊന്നും ഉപയോഗിക്കാതെ, രാസവളങ്ങൾ ഉപയോഗിക്കാത്ത നല്ല ഫ്രഷ് സ്ട്രോബെറി ഇല്ലേ എന്നാ? അതെ, നല്ല ഫ്രഷ്, നമ്മുടെ നാട്ടിലെ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഒക്കെയാണ് നമുക്ക് ശരിയാക്കി തന്നത്. പുള്ളിക്ക് ഇവിടെ ചെറിയൊരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്, റിസോർട്ട്, താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഒക്കെയാണ് നമുക്ക് ഈ സംഭവം റെഡിയാക്കി തന്നത് കേട്ടോ. എന്തൊരു കളറ്, പൊന്നാണ്, പൊന്നും സ്ട്രോബെറി, മിന്നും സ്ട്രോബെറി. അതെ, മിന്നും സ്ട്രോബെറി. ഇവിടെ തിന്ന് വയർ നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് നമ്മൾ ഇന്നലെ പറിച്ചാണ്, നമ്മൾ ഇന്നാണ് ശരിക്കും ഇവിടെ എത്തിയത്. ഇത് ശരിക്കും വണ്ടിയിൽ കുലുങ്ങുമുണ്ടല്ലോ, ചെറിയ അടിയൊക്കെ പറ്റുന്നുണ്ട്. അതിന് വളരെ സോഫ്റ്റ് അല്ലേ, എല്ലാവരും സാധാരിക്കും അല്ലേ? വണ്ടിയിൽ നിന്ന് കുലുങ്ങി നമ്മൾ മൂന്നാറിന്ന് ഇവിടെ പാലക്കാടെത്തുമ്പോഴേക്കും ഏകദേശം ഒരു പരുവത്തിലായി. നല്ല അടിപൊളിയായിട്ട് കഴുകി താഴെ കുറച്ച് നമുക്ക് എടുക്കാം. സൂപ്പർ മധുരം കിട്ടത്, ഭയങ്കര മധുരം. ഓർമ്മപ്പെടുത്തന്നെ മൊത്തം തിന്നു. കൂടി സാധനം കേട്ടോ, നല്ല മധുരമുണ്ട്. വരൂല്ലേ? അടിപൊളിയില്ലേ? നമുക്ക് അടുപ്പ് കത്തിക്കാം, കുറച്ച് കർപ്പൂരം വെച്ച് പിടിക്കട്ടെ. ഉരുളി വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ സ്ട്രോബെറി നമുക്ക് പഞ്ചസാര കൊണ്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര്,
നല്ല ജാമിന് മണം അല്ലേ കേശ? അതെ. അടിപൊളി. ചൂടാറുമ്പോൾ നല്ല തിക്കായി പോകണം. ഇറക്കി വയ്ക്കാം. എന്താ മണല്ലേ ജാമിൻ്റെ. നമുക്ക് കുറച്ച് തട്ടിരിക്കാക്കാം, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് ചൂടൊക്കെ ആറുമ്പോൾ നല്ല കട്ടിയായിക്കോളും സാധനം. അടിപൊളി ജാമ്. നമ്മുടെ ജാമുണ്ട ചൂടാറിയപ്പോൾ നല്ല അടിപൊളി ജാമല്ലേ, കറക്റ്റ്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് എടുക്കുക, ഇതിനകത്തേക്ക് ലേശം വെക്കുക, തേക്കുക. ഇതിൻ്റെ മുകളിലൊരു ബ്രെഡും കൂടി വയ്ക്കുക അല്ലേ? സംഭവം ആദ്യം രതീഷ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. കഴിച്ചോ? കഴിച്ചെങ്ങനെയുണ്ട് പറയാം. സോ ജാമ് ശരിക്കും മാറി നിൽക്കും. സംഭവം അടിപൊളി കിട്ടത്. അടിപൊളി അല്ലേ? എൻ്റെ മണം കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല കേട്ടാ. കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കഴിക്കേ. നമ്മൾ ആളുകൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കണം. എന്ത് അല്ല, നമ്മളൊന്നും ചേർത്തില്ല അതിൽ. പഞ്ചസാരയും പിന്നെ എന്താണ് ലെമണും നാരങ്ങ നീരും. ഒന്നും പറയാനില്ല. പൊളി. എൻ്റെ കഴിഞ്ഞ ഒന്നും കൂടി അടിപൊളി. വേണ്ടത് എടുത്തു കേട്ടോ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. വയ്ക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ മാറി നിൽക്കും. നമ്മളൊന്നും ചേർത്തില്ല, പഞ്ചസാരയും ലെമണും മാത്രം ചേർത്തുള്ളൂ. പക്ഷെ പൊളി സാധനം. സ്ട്രോബെറി ജാമ. സൂപ്പർ. അടിപൊളി അടിപൊളി. നമ്മൾ കുറേ ജാം ഉണ്ടാക്കിയിട്ടാ ഇത് നമ്മളെ കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പോളി ഗാർഡൻ ഓർഫനേജിൽ കൊടുത്തു വിടാം അതിനെ. അവർ നമ്മൾ കുട്ടികൾ കഴിക്കട്ടെ. നമ്മൾ പോളിയില്ലേ പിള്ളേർക്ക് വേണം കൊടുക്കണം. പിള്ളേർ എങ്ങനെയാണ്? അടിപൊളി അല്ലേ? അപ്പോൾ നമ്മളെ കുറേ സാധനം കൊടുത്ത് നമുക്ക് ഓർഫനേജിൽ കൊണ്ട് കൊടുക്കുകയാണ്. അവിടുത്തെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പാർസലാക്കിയിട്ട് കൊടുത്തു വിടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാർസലാക്കി കൊടുത്തു വിടാം. ചൂടാട്ടെ.